യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും ഇസ്രായേൽ ചരിത്രവും പ്രവചന പഠനവും 193 ഭാഗത്തേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാണനാഥ മേഘത്തിൽ വന്നിടുവാൻ വരവിന് താമസമുണ്ടോ? യേശുവേ പ്രാണനാഥ മേഘത്തിൽ വന്നിടുവാൻ വരവിന് താമസമുണ്ടോ? നിന്റെ വാനദൂതർ ഗണത്തോടെ മധ്യവാനിയിലെഴുന്നള്ള കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? നിന്റെ ശലോമോൻ മരിച്ചു. ശലോമോന്റെ മകൻ ഒരഹങ്കാരിയായിരുന്നു. ആയതിനാൽ ഇസ്രായേൽ രണ്ടായിട്ട് പിരിയേണ്ട സാഹചര്യം കടന്നു വന്നു. ദൈവം ശലോമോനോട് പറഞ്ഞു, നിന്റെ രാജ്യത്വമെടുത്ത് നിന്റെ ദാസന് കൊടുക്കുമെന്ന് പറഞ്ഞു. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം. നിന്റെ കയ്യിൽ നിന്നും അവൻ പറിച്ചു കളയും. എന്നാൽ ദൈവകൽപ്പന അനുസരിക്കാതെ അഹങ്കാരിയായ തൻ്റെ മകൻ രെഹബെയാമിന് കൊടുത്തു. ശലോമോനെ പേടിച്ച് യൊരോബെയാം മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ഇവരുടെ പേര് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് രെഹബെയാമിനെ ഞാൻ ശലോമോന്റെ മകനെന്ന് പറഞ്ഞാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം മുൻ കണ്ടവനെ ആരെല്ലാം എതിർത്താലും എന്തെല്ലാം സംഭവിച്ചാലും ദൈവം ആ സ്ഥാനത്ത് കൊണ്ടുവരും. അതാണ് ദൈവത്തിൻ്റെ നീതി. ഇവനെ പിടിച്ച് ദൈവം നിയോഗമില്ലാതെ രാജാവാക്കിയെങ്കിലും ജനങ്ങളെല്ലാവരും കൂടി ഈ രാജാവിൻ്റെ അടുക്കൽ സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവരുടെ സങ്കടം എന്ന് പറയുന്നത്, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു, കഠിനവേല ചെയ്തു, മാറ്റിത്തരാൻ പറഞ്ഞില്ല, ഒന്ന് കുറച്ചു തരണമേ എന്ന് രാജാവിൻ്റെ മുമ്പിൽ അവരുടെ സങ്കടം പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ, ഒരു 3 ദിവസം കഴിഞ്ഞ് വരാനായിട്ട് പറഞ്ഞു. എന്നാൽ ഈ വിവരം അവിടെ പറയുന്നത് വൃദ്ധന്മാരോട് ചോദിച്ചില്ലെന്നാണ് ബൈബിളിൽ പറയുന്നത്. എന്നാൽ ശലോമോന്റെ ഉപദേഷ്ടാക്കന്മാരായ വയോധികന്മാരായ പണ്ഡിതന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഇവൻ അവരോടൊന്നും ചോദിക്കാതെ ഇവന്റെ കൂട്ടുകാരോട് ചോദിച്ചു. കൂട്ടുകാർക്ക് യൗവനക്കാരായിരിക്കുന്ന വല്ലവർക്കും പാവപ്പെട്ടവന്റെ വേദനയും പ്രയാസവും വല്ലതും അറിയാമോ? അവരുടെ ഉള്ളിൽ എപ്പോഴും ഈ പ്രതികാര ചിന്തയുള്ളത് കൊണ്ട് കൂട്ടുകാർ പറഞ്ഞു, ഒട്ടും മാറ്റണ്ട, ഇച്ചിരിയുടെ കൂട്ടിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഇതിനകത്തെ ശലോമോൻ ആയിരുന്നെങ്കിലും ദാവീദായിരുന്നെങ്കിലും ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു. ഇവന്റെ ജീവിതത്തിൽ വന്ന പെസക ദൈവത്തിന്റെ ആലോചന ചോദിച്ചില്ല. പ്രായമുള്ളതായ അന്നത്തെ ഉപദേഷ്ടാക്കന്മാർ ചോദിച്ചില്ല. അവന്റെ പരാജയം എന്ന് പറയുന്നത് അവന്റെ സമകാലികന്മാരോട് ചോദിച്ചു. ഈ സമകാലികന്മാർ ഇവനെ നന്നാക്കാൻ വേണ്ടിയല്ല മറുപടി കൊടുത്തത്, ഇവനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ വളരെ ആത്മീയ ഗോളത്തിലൊക്കെ ശ്രദ്ധിക്കണം. നമ്മളോട് പല ഉപദേശങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളെ നന്നാക്കാനാണോ നശിപ്പിക്കാനാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ശലോമോന്റെ മകനായിരിക്കുന്ന അഹങ്കാരി രെഹബെയാം അവന്റെ 3-ാമത്തെ ദിവസമായപ്പോൾ അവരെല്ലാം വിളിച്ചുകൂട്ടി. ഇവന്റെ അഹങ്കാര വാക്ക് നമ്മളും ശ്രദ്ധിക്കണം. അവൻ പറഞ്ഞു,
അവന്റെ ചെറുവിരൽ പൊക്കി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വലിപ്പമുള്ളതാണെന്ന്. എന്തൊരു അഹങ്കാര വാക്കാണ്! ഇതൊരു രാജാവിന് പോയിട്ട് ഒരു സാമാന്യ ജനത്തിന് പോലും പറയാൻ പറ്റാത്ത അഹങ്കാര വാക്കല്ല ഇവൻ പറഞ്ഞത്. സ്ഥാനം ലഭിച്ചതുകൊണ്ട് എന്തുമാകാമോ എന്നുള്ള ചിന്ത ഇവന്റെ മേൽ കടന്നു വന്നു. അടുത്തത് പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് അടിച്ചു, പക്ഷെ ഞാൻ അതുകൊണ്ടൊന്നുമല്ല, തേളിനെ കെട്ടിയ ചമ്മട്ടി കൊണ്ട് ഞാൻ നിങ്ങളെ അടിക്കും. ഈ അഹങ്കാരിയായ ഈ മനുഷ്യനെ ഈ വാക്കു പറയാനുള്ള കാരണം, ദൈവം തെരഞ്ഞെടുത്തവൻ ഭയപ്പെട്ട് മിസ്രൈമിൽ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിയിരിക്കുകയാണ്. കാരണം ശലോമോനോട് പറഞ്ഞു, ഞാൻ നിന്റെ ദാസനായിരിക്കുന്ന യൊരോബെയാമിനെ രാജാവാക്കുമെന്ന് പറഞ്ഞപ്പോൾ ശലോമോൻ തീരുമാനിച്ചു, എൻ്റെ മകൻ ഇടക്കിടക്കുമ്പോൾ എൻ്റെ ദാസനെ പിടിച്ച് രാജാവാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. അവനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോയി. അവൻ കുറെ നാളെ മിസ്രൈമിൽ ആയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. ആ ബ്രാക്കറ്റ് പീരീഡിൽ പ്രതികാര മനോഭാവത്തിനോ പ്രതികാരം ചെയ്യുവാനോ നമ്മുടെ കൂടെ അണികളെ ചേർക്കുവാനുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകാതെ, ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന ചെയ്യുവാൻ ആ ബ്രാക്കറ്റ് പീരീഡിൽ സമയം ലഭിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോസ്തലനെ പൗലോസ് സ്നാനപ്പെട്ടെങ്കിലും നീണ്ട നാളുകൾ അന്നത്തെ ദൈവദാസന്മാർ വിശ്വാസികൾ അംഗീകരിക്കാതിരുന്നപ്പോൾ അവനൊരു കാര്യം ചെയ്തു. നേരെ മരുഭൂമിയിൽ പോയി 3 വർഷം ദൈവത്തോടു കൂടി ആയിരുന്നു. അവിടുന്ന് വന്നാണ് പൗലോസ് ഏറ്റവും വലിയ അപ്പോസ്തലനാകാൻ ദൈവ അവസരം കൊടുത്തു. ഇവന്റെ വാക്ക് കേട്ടപ്പോൾ ജനമെല്ലാം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഇശായിയേയും വേണ്ട, ദാവീദിനെയും വേണ്ട. അവര് ശലോമോന്റെ മകനെ തള്ളിപ്പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് വേണ്ട, ജനങ്ങൾക്ക് വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞു. ഇവരുടെ കൂടെ 10 ഗോത്രങ്ങൾ മാറി. ശലോമോന്റെ മകന്റെ കൂടെ 2 ഗോത്രം കിട്ടി. യഹൂദ ഗോത്രവും അതുപോലെ തന്നെ ബെന്യാമിൻ ഗോത്രവും ഒഴിച്ച് ബാക്കി 12 ഗോത്രങ്ങൾ ഇവന്റെ വാക്കിനാൽ പോയി. കാരണം എന്തേ? ഈ ശലോമോന്റെ ദാസൻ രാജാവായിട്ട് വരണമെന്ന് ദൈവത്തിന്റെ നിയമം ആയതിനാൽ 12 ഗോത്രങ്ങൾ ഈ ശലോമോന്റെ മകന്റെ ഭരണകൂടത്തിൽ നിന്നും മാറിപ്പോയി. അത് 10 ഗോത്രങ്ങൾ എന്നേക്കുമായി ഇവരെ വിട്ടുപോയി. ഒരു കാര്യം ഓർത്തുകൊള്ളുക, പലപ്പോഴും ആവശ്യമില്ലാത്ത വാക്കുകൾ, അഹങ്കാര വാക്കുകൾ നമ്മുടെ സഭയ്ക്കകത്ത് വരുമ്പോഴാണ് സഭയ്ക്കകത്ത് പിളർപ്പുണ്ടാകുന്നത്. ഉണ്ടാകാതിരുന്നാൽ നമുക്ക് നല്ലതായിരിക്കും എന്ന് ഓർപ്പിച്ചു കൊള്ളുന്നു. ജനെന്നും പറയുന്ന ഒരു കാര്യമാണ്, ഭാരതത്തിൽ വലിയൊരു ഉണർവുണ്ടാൻ പോകുന്നു. നിങ്ങളും പ്രാർത്ഥനാവീരന്മാരാകുക. 2, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരുങ്ങുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.